परदेशी परदेशी जननी. സുകുമാരൻ എന്ന് പറയുന്ന ആളുടെ വീടല്ലേ? അതെ. എവിടുന്നാ? ഗൾഫിൽ നിന്നാ? സ്റ്റേഷനിൽ നിന്ന്. പോലീസ് സ്റ്റേഷനിൽ നിന്ന്. എന്താ സാർ പ്രശ്നം? പ്രശ്നം പുള്ളിക്കാരനെ എസ് ഐക്കൊന്ന് കാണാം. ഇതാണോ സുകുമാരൻ? ഹാജി. എന്താ? ആരാ? എവിടുന്നാ? സ്റ്റേഷനിൽ നിന്നാ. റെയിൽവേ സ്റ്റേഷൻ? പോലീസ് സ്റ്റേഷനിൽ നിന്ന്. താൻ സ്റ്റേഷൻ വരെ ഒന്ന് വരണം. എന്തിന്? അതൊക്കെ എസ് ഐ പറയും. ജീപ്പും പോലീസ് പടയായിട്ട് വന്ന് ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കാൻ ഇഷ്ടമില്ലാത്തോണ്ടാ ഞാൻ തിരക്കി വന്നത്. സാറ് കാര്യം പറഞ്ഞാട്ടെ. ഇവൻ നിങ്ങളുടെ മോനാണോ? ഓ, മരുമോനാ. എങ്കിൽ അമ്മാവൻ അഭിമാനിക്കാം. മരുമോ ഒരു സ്വർണ്ണക്കട കുത്തി തുറന്ന് മോഷണം നടത്തുന്നത് നേരിൽ കണ്ട ഒന്നാം സാക്ഷിയാ. ഡീറ്റെയിൽ ആയിട്ട് നാളെ സമൻസ് വരുമ്പോ അറിയാം. അയ്യോ സാറേ, ഏത് സ്വർണ്ണക്കട? ആര്? എപ്പോ? എങ്ങനെ കുത്തി തുറന്ന്? സത്യമായിട്ട് ഞാൻ കണ്ടിട്ടേ ഇല്ല. ചായ. ഒരു ബിരിയാണി കൂടെ വേണോ? വേണ്ട വേണ്ട. ഐസ്ക്രീം വേണേ കഴിച്ചിട്ട് പറയാം. നീ കൈയിട്ട് വാ. ബിരിയാണി എങ്ങനെയുണ്ട്? നല്ല ബിരിയാണി. സർ, സാക്ഷിയെ കണ്ടുപിടിച്ചോ? കണ്ടു സർ. കാര്യം പറഞ്ഞു. പ്രതിയെ കിട്ടിയോ സാർ? 48 മണിക്കൂറിനുള്ളിൽ പ്രതിയെ കണ്ടുപിടിച്ചു കൊടുക്കണമെന്ന് ഓർഡർ ഇട്ടാ നമ്മൾ എവിടെ നിന്ന് പിടിച്ചു കൊടുക്കും? അപ്പൊ പ്രതിയെ കിട്ടില്ലേ സാർ? ഒരുത്തനെയും മോഷണ കുറ്റം ഏറ്റെടുക്കാൻ സമ്മതിച്ചിട്ടുണ്ട്. താൻ ഈ TV ഫിലിമിനൊക്കെ തിരക്കഥ എഴുതുന്ന ആളല്ല. അതെ സർ. ആ തുരപ്പനൊക്കെ 1-2 ഡയലോഗ് പഠിപ്പിച്ചു സർ. ആ സാക്ഷി എന്ത് പറഞ്ഞു? അവൻ കണ്ടിട്ടേ ഇല്ലെന്നാ സാർ പറയുന്നത്. അതൊക്കെ ഞാൻ അവനെ കൊണ്ട് പറയിപ്പിച്ചോളാം. എന്തോ നാടാ ഒരുമാതിരി കാള മുക്കറയിട്ട പോലെ. കാള ബിരിയാണി വാങ്ങി തന്നെ പിന്നെ എങ്ങനെ? മതി മതി. ഇവനാ ഡയലോഗ് പഠിപ്പിച്ചു കൊടുക്ക്. സ്വർണ്ണക്കട കുത്തി തുറന്ന് മോഷണം നടത്തിയത് നീയല്ലേ എന്ന് പത്രക്കാരോ കോടതിയോ ചോദിച്ചാൽ നീ എന്ത് പറയടാ? സ്വർണ്ണക്കട സാറേ വല്ല പോക്കറ്റടിയെ പിടിച്ചു പറയുകയാണെങ്കിൽ ഓക്കെ. ഞാനിതുവരെ ഒരു കട പോലും ഇങ്ങനെ ചെയ്തിട്ടില്ല. നീങ്ങ് വാ, പിന്നെ ഞാൻ പഠിപ്പിച്ചു തരാം. ഈശ്വര, ആ സാക്ഷി കൂടി ഓക്കെ ആയ 48 മണിക്കൂറിനുള്ളിൽ കേസിലെ പ്രതികളെ പിടിച്ചതിനുള്ള ക്രെഡിറ്റ് എനിക്ക് തന്നെ കിട്ടും. 12-ാം തീയതി വെള്ളിയാഴ്ച പുലർച്ചെ 3:15 ഒരു മരണവാർത്ത അറിഞ്ഞ് ആൽത്രമൂട്ടിലെ ഒരു ബന്ധുവീട്ടിൽ പോയി മടങ്ങി വരുമ്പോൾ പുളിയപ്പറമ്പ് വീട്ടിൽ പുരുഷൻ മകൻ സുകുമാരൻ എന്ന ആൾ തുരപ്പൻ സന്തോഷം എന്ന പ്രതി ജുവലറി കുത്തി തുറന്ന് സ്വർണ്ണ പണ്ടങ്ങളുമായി നിൽക്കുന്നത് നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണുകയും സാക്ഷി പറഞ്ഞ അടയാളം വച്ച് രേഖാചിത്രം തയ്യാറാക്കി പ്രതിയെ പിടിക്കുവാൻ സഹായിക്കുകയും ചെയ്തു. സാക്ഷിമൊഴി രേഖപ്പെടുത്തി കഴിഞ്ഞ സ്ഥിതിക്ക് ഇതിൽ നിന്നും സാക്ഷിക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. ഞാൻ അങ്ങനെ ഒരു മൊഴി തന്നിട്ടുമില്ല. ഞാൻ ഈ സംഭവം കണ്ടിട്ടുമില്ല. സാറേ, 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടാമെന്ന് വ്യവസ്ഥയുണ്ട്. കാണാത്ത കാര്യം കണ്ടെന്ന് വരുത്തി തീർക്കുന്നത് കുറ്റമല്ലേ സാർ? 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു സാക്ഷി പോലും രക്ഷപ്പെടാൻ അനുവദിക്കില്ല ഞാൻ. ഇയാൾക്ക് ഗൾഫ് പോകാനുള്ളതാണ് എന്ന് വെച്ച് സാക്ഷിയായി കൂടാന്ന് നിയമമൊന്നുമില്ലല്ലോ. മിസ്റ്റർ സുകുമാരൻ, നിങ്ങൾ പറയുന്നത് ഡിപ്പാർട്ട്മെന്റിന് വേണ്ടിയാണ്. അതിൽ മര്യാദയ്ക്ക് അഭിമാനിക്കുകയാണ് വേണ്ടത്. എനിക്ക് വയ്യ, ഞാൻ സാക്ഷി പറയില്ല. നിന്നെ കൊണ്ട് ഞാൻ സാക്ഷി പറയിപ്പിക്കും. ഞാൻ പറയില്ല പറയില്ല പറയില്ല. നീ പറയും. പറഞ്ഞില്ലെങ്കിൽ നിന്നെ ഞാൻ ഉരുട്ടും. പറഞ്ഞില്ലെങ്കിൽ നമുക്ക് ആ പെൺവാണിഭ കേസും കഞ്ചാവ് കേസും ഒരുമിച്ച് അവന്റെ തലയിലോട്ടം വെച്ചു കൊടുക്കാം. അയ്യോ സാറേ, എനിക്ക് ഗൾഫിൽ പോണം. പൊയ്ക്കോ. ഏതായാലും സാക്ഷി പറഞ്ഞിട്ട് പോയാൽ മതി. കോടതിയിൽ ഇതിനെതിരായി നീ എന്തെങ്കിലും പറഞ്ഞാൽ ഗുണ്ടാ നിയമപ്രകാരം എനിക്ക് നിന്നെ അറസ്റ്റ് ചെയ്യേണ്ടി വരും. സാറേ, ഞാനൊരു പുതിയ ഐഡിയ പറയാം. പറ. ഈ സാറിന് സാക്ഷി പറയാൻ പറ്റിയില്ലെങ്കിൽ ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ സാക്ഷിയാവാം. ഈ സാറിനെ പ്രതിയാക്കിയാ മതി. പറഞ്ഞു കേട്ടല്ലോ. നിങ്ങൾ സാക്ഷി പറഞ്ഞില്ലെങ്കിൽ ഒരപ്പം പറഞ്ഞതുപോലെ റിപ്പോർട്ട് ഞാൻ മാറ്റി എഴുതും. പ്രതിഭാശാലികളായ ധാരാളം തിരക്കഥാകൃത്തുക്കളെ കൊണ്ട് സമ്പന്നമാണ് പോലീസ് ഡിപ്പാർട്ട്മെന്റ് നിങ്ങൾക്കറിയാം. കണാകോണ വർത്താനം പറയാതെ കോടതി സാക്ഷി പറയാൻ തയ്യാറായിക്കോണം. അല്ലെങ്കിൽ രണ്ടിനെയും പ്രതിയാക്കും. കുറച്ചുകൂടെ മാന്യമായിട്ട് പെരുമാറണം സാർ. മാന്യമായിട്ട് തന്നെ ഞാൻ പെരുമാറുന്നത്. കാണണോ? രണ്ടുപേർക്കും പോവാം. പക്ഷേ ഞാൻ വിളിക്കുമ്പോഴെല്ലാം ഈ സ്റ്റേഷനിലെത്തണം. എനിക്ക് പിടിച്ചു ചുമ്മാ ഒന്ന് വരട്ടിയേ. അപ്പൊ ശരി, കാണാം. വയ്ക്കോ.